പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തിരുവനന്തപുരത്തു നിന്നൊരു യാത്ര പുറപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ തെന്മലയിലെത്തി. തെന്മലയിൽ നിന്നുള്ള ദൂരെ ഉള്ള ദൃശ്യങ്ങൾ, തമിഴ്നാടിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് തെങ്കാശിയിലോട്ട് പോയി തെങ്കാശിക്കടുത്തുള്ള സുന്ദരപാണ്ഡ്യപുരത്തെ സുന്ദരമായ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. ഒരു വൺ ഡേ ട്രിപ്പ്. അപ്പോഴേ ഇവിടുന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഇവിടുന്ന് പോകുന്നത് വണ്ടി നിർത്തിയാണ്. ഇനി നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സുന്ദരപാണ്ഡ്യപുരം ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ്. അങ്ങനെ നമ്മൾ സുന്ദരപാണ്ഡ്യപുരത്തെ മനോഹരമായ വില്ലേജിലെത്തിയിരിക്കുകയാണ്. നല്ല തമിഴ് വില്ലേജാണ് സുന്ദരപാണ്ഡ്യപുരം. പുരാതനമായ ഒരു വില്ലേജാണ് സുന്ദരപാണ്ഡ്യപുരം എന്ന് പറഞ്ഞാൽ പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്ത് ഭരിച്ചിരുന്ന ഒരു പാണ്ഡ്യ രാജാവിൻ്റെ പേരാണ് സുന്ദരപാണ്ഡ്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു വില്ലേജിലൂടെയാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. അവിടെ ഒരുപാട് കൃഷി സ്ഥലങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഒരുപാട് തമിഴ് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത്. റോജ ഉൾപ്പെടെയുള്ള പ്രശസ്തമായ ഒരുപാട് തമിഴ് സിനിമകളുടെ ലൊക്കേഷൻ ഇതായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കൃഷിയും അതുപോലെ കന്നുകാലി വളർത്തലുമാണ് പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗ ജനങ്ങളുടെ. അതുപോലെ വെള്ളമൊക്കെ ഉണ്ട്. കേരളമായിട്ട് അധികം ദൂരം അല്ലാത്തൊരു സ്ഥലമാണ്. ഒരുപാട് മലയാളികൾ ഇവിടുത്തെ ദൃശ്യങ്ങൾ, ഇവിടുത്തെ കൃഷിയും കൃഷിയിടങ്ങളും ഒക്കെ കാണാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിന്നൊരു വൺ ഡേ ട്രിപ്പായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല ചില തമിഴ് സിനിമയിലൊക്കെ കാണുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ വന്നപ്പോൾ. രണ്ട് സൈഡിലും നല്ല പാടശേഖരങ്ങൾ പോലെ നല്ല കൃഷിയിടങ്ങൾ, അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട്. അതുപോലെ കന്നുകാലികൾ, എരുമ, പോത്ത്, അതുപോലെ പശു, കാള എല്ലാം ഉണ്ട് ഇവിടെ. അതിനെല്ലാം വളർത്തുന്നുണ്ട്. ഒരുപാട് വെള്ളമുണ്ട്. മഴ പെയ്തു വന്നിരിക്കുന്ന വെള്ളമായിരിക്കും ഒരുപക്ഷെ. കേരളത്തിൻ്റെ അടുത്തായതുകൊണ്ട് തെങ്കാശി എന്നതാണ്ട് 10-14 കിലോമീറ്റർ അങ്ങോട്ട് ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ കേരളത്തിൽ നിന്ന് വലിയ വ്യത്യസ്തമായ ഒരു ക്ലൈമറ്റ് ആയിരിക്കുമല്ലോ. എപ്പോഴും മഴയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എരുമയും പോത്തും ഒക്കെ എത്തുണ്ട്. വെള്ളത്തിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അതിനെ കുളിപ്പിയെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇപ്പം മഴയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടെങ്കിൽ പോലും ഇപ്പം നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം അതിനെ കൊണ്ടിട്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ സൺഫ്ലവർ ഇത് കാണാനായിട്ട് നമ്മൾ ഇവിടെ എത്തിയത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവിടെ ഒരുപാട് പ്രദേശങ്ങളിലൊന്നും ഇതില്ല. ഇപ്പോൾ ഇത് കൃഷി ചെയ്ത നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇത് കാണാനായിട്ട് ഒരുപാട് മലയാളി ആളുകൾ വരുന്നുണ്ട്. ഈ റോഡ് സൈഡിലെല്ലാം മലയാളികളുടെ വണ്ടി നിർത്തിയിരിക്കുകയാണ്. അങ്ങോട്ടുള്ള പാടങ്ങളിലെല്ലാം ആൾക്കാർ ഇറങ്ങി ഷൂട്ട് ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ തിരക്ക് ഒരിടത്താണ് നമ്മൾ ഇറങ്ങിയപ്പം ഇത് എല്ലാം ദൃശ്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായ ദൃശ്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ സൂര്യകാന്തി ഇങ്ങനെ പൂത്തിരിക്കുന്നത് കാണാൻ നല്ല രസമാണ്. സൂര്യൻ്റെ ദിശയ്ക്ക് അനുസരിച്ച് ഇത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോഴിപ്പോൾ ഏതാണ്ട് ഉച്ചയായി, 2 മണിയായി. അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ സൂര്യൻ ഇങ്ങനെ നിൽക്കുന്നതിനനുസരിച്ച് ഇതിങ്ങനെ നിൽക്കുകയാണ്. ഈ സൂര്യകാന്തി മാത്രമല്ല, മറ്റെല്ലാ കൃഷികളും, പച്ചക്കറി കൃഷികളെല്ലാം തന്നെ ഇതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ചോളം കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ പച്ചക്കറി, വെണ്ടയ്ക്ക, അതുപോലെ വഴുതനങ്ങ, അതുപോലെ എല്ലാ കൃഷികളും, പച്ചക്കറി, നമ്മുടെ നാട്ടിലുള്ള കൃഷി ചെയ്യുന്ന എല്ലാ കൃഷികളും ഇവിടെ ഉണ്ട്. ഇവിടുന്ന് കൃഷി ചെയ്തിട്ടാണ് കൂടുതലും നമ്മുടെ കേരളത്തിലോട്ടത് കയറ്റുമതി ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല രസകരമായ സംഭവമാണ് ഇവിടെ ഇത് കാണാൻ കയറണമെങ്കിൽ 50 രൂപ കൊടുക്കണം. എന്നാൽ മാത്രമേ അവരിവിടെ കയറ്റത്തുള്ളൂ. അത് പൈസ മേടിക്കേണ്ട ആൾക്കാരുണ്ട്. ഇന്ന് അവധി ദിവസമായതുകൊണ്ട് ഒരുപാട് മലയാളി വണ്ടികൾ ഇവിടെ വരുന്നുണ്ട്. മലയാളികളാണ് ഇവിടെ കാണാനെല്ലാം വരുന്നത്. പക്ഷേ ഒരു കാര്യം പറയാം, ഒരു ദിവസം വൺ ഡേ ട്രിപ്പിനുള്ള ഒരു സ്ഥലം തെങ്കാശി പരിസരം എല്ലാം ഉണ്ട്. കുറേയേറെ അമ്പലങ്ങളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. കുറ്റാലം വെള്ളച്ചാട്ടം വളരെ അടുത്താണ്. അങ്ങനെ അതുപോലെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ള കാണാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഒരു ദിവസം നമുക്ക് ഇറങ്ങി അടിച്ചെല്ലാം കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും വന്നത് നഷ്ടമായില്ല. പക്ഷേ അധികം സൂര്യകാന്തി പാടങ്ങളില്ല. കുറച്ച് സൂര്യകാന്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ഉണ്ട് എന്നോർത്തൊന്നും ആരും വരരുത്. കുറച്ചേറിയാൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് സുന്ദരപാണ്ഡ്യപുരത്ത് അല്ലാതെ വേറെ അടുത്ത് തന്നെ വേറെ സ്ഥലങ്ങളിലും ഇതുണ്ട്, സൂര്യകാന്തി ഉണ്ട്. അപ്പോൾ അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോകാൻ സാധിക്കും. അപ്പോൾ എന്തായാലും കണ്ടു കഴിഞ്ഞു. നമ്മളിനിയും തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുന്നത് കണ്ട് നമ്മുടെ കേരളത്തിൽ അങ്ങ് ദൂരെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ കേരളം കണ്ട് സഹ്യപർവ്വതം ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് തൊട്ടുപുറത്ത് തമിഴ്നാട്, അങ്ങ് ദൂരെ നമ്മുടെ നാട് ഇങ്ങനെ കാണുന്നത് നമുക്ക് ഒരു മനോഹരമായ ഒരു
അനുഭവം നമുക്ക് ഉണ്ടാകും. ഇവിടെയെല്ലാം കൃഷിസ്ഥലമാണ്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ യാത്ര ആസ്വദിച്ച് പോവുകയാണ്. ഇപ്പം ഈ സമയത്ത് തമിഴ്നാട്ടിൽ വരാൻ നല്ല ക്ലൈമറ്റാണ്, വലിയധികം ചൂടൊന്നുമില്ല. നട്ടുച്ച സമയത്ത് മാത്രം ചെറിയൊരു ചൂട്. അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.